കൊൽക്കത്തയിൽ മെഡിക്കൽ കോളേജിൽ PG ട്രെയിനിയായി ജോലി ചെയ്തിരുന്ന യുവ ഡോക്ടർ കഴിഞ്ഞ ദിവസം ദാരുണമായി കൊല്ലപ്പെട്ടു. തുടക്കം മുതലേ ഈ ഒരു കേസന്വേഷണത്തിൽ ദുരൂഹതയുണ്ടെന്ന് കുട്ടിയുടെ മാതാപിതാക്കൾ ഉന്നയിച്ചതിനെ തുടർന്ന് ഇപ്പോൾ ഇതാ CBI ഈ ഒരു അന്വേഷണം ഏറ്റെടുത്തിരിക്കുകയാണ്. ക്രൂരമായ ബലാത്സംഗത്തിന് ഇരയാക്കിയ ശേഷം കൊലപ്പെടുത്തുകയായിരുന്നു. ഇത്രയും വലിയ ദാരുണമായ സംഭവം ഉണ്ടായിട്ടും അവിടുത്തെ സംവിധാനങ്ങൾ, പോലീസും ഹോസ്പിറ്റൽ അതോറിറ്റികളും അതുപോലെ ഗവൺമെന്റും ഈ ഒരു സംഭവത്തെ മൂടിവെക്കാനാണ് ശ്രമിച്ചത്. ഇനി CBIക്ക് ഏതെല്ലാം കാര്യങ്ങളാണ് കണ്ടെത്തേണ്ടത്? ആരെങ്കിലും രക്ഷപ്പെടുത്താൻ വേണ്ടി പോലീസോ അതോറിറ്റിയോ അവിടുത്തെ മമതാ ബാനർജി നയിക്കുന്ന സർക്കാരോ ശ്രമിക്കുന്നുണ്ടോ? വിശദമായി തന്നെ പരിശോധിക്കാം. RG കെയർ മെഡിക്കൽ കോളേജിലെ PG ട്രെയിനിയായി ജോലി ചെയ്തു വരികയായിരുന്നു കൊല്ലപ്പെട്ട 31 വയസ്സ് മാത്രം പ്രായമുള്ള യുവ ഡോക്ടർ. മെഡിക്കൽ കോളേജ് ആയതുകൊണ്ട് തന്നെ ഏകദേശം ഹോസ്റ്റലും ഹോസ്പിറ്റലും പിന്നെ സെമിനാർ ഹാളുമൊക്കെ എല്ലാം അടുത്തടുത്തായിട്ടാണ് കിടക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദീർഘദൂര ഡ്യൂട്ടിക്ക് ശേഷം ഏകദേശം 37 മണിക്കൂറോളം തുടർച്ചയായിട്ട് ജോലി ചെയ്തു വരികയായിരുന്നു ഈ യുവ ഡോക്ടർ. ഇടയ്ക്കൊക്കെ ചില വിശ്രമമൊക്കെ ഉണ്ടെങ്കിൽ പോലും അധിക സമയവും ജോലിയിലായിരുന്നു. ഏകദേശം രാത്രി 2 മണിയോടുകൂടി, അതായത് ഓഗസ്റ്റ് 9-ാം തീയതി വെള്ളിയാഴ്ച വെളുപ്പിന് 2 മണിയോടുകൂടി അവരുടെ സഹപ്രവർത്തകർ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്നു. അവർ 5 പേരും ഒന്നിച്ച് സെമിനാർ ഹാളിൽ വെച്ചാണ് ഭക്ഷണം കഴിക്കുന്നത്. സഹപ്രവർത്തകരായ 4 പേരും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അവരുടെ ജോലിയിലേക്ക് പ്രവേശിക്കുന്നു. എന്നാൽ ആക്രമണത്തിന് ഇരയായ കുട്ടി അവിടെ തന്നെ തുടരുന്നു. ദീർഘദൂരത്തെ ഡ്യൂട്ടിക്ക് ശേഷം അവിടെ തന്നെ കുറച്ചു നേരം വിശ്രമിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ തന്നെ ഇരുന്നത്. സാധാരണ രീതിയിൽ വിശ്രമിക്കുന്ന ഒരിടം കൂടിയാണ് ഡോക്ടർമാരുടെ. അതുമാത്രമല്ല, വിശ്രമവും പഠനവും ഒക്കെ ആ ഒരു സെമിനാർ ഹാളിൽ വെച്ച് നടക്കുകയും ചെയ്യും. വെളുപ്പിന് 2 മണിയായപ്പോഴേക്കും മറ്റൊരു വ്യക്തി അവിടെ വരികയും തൻ്റെ രോഗിയെപ്പറ്റി ചില കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാകുന്നുമുണ്ട്. ആ സമയത്തും ഡോക്ടർ അവിടെ തന്നെയുണ്ട്. പോലീസിൻ്റെ റിപ്പോർട്ട് പ്രകാരം ആ സമയത്തും കുട്ടിക്ക് യാതൊരുവിധ കുഴപ്പവും സംഭവിച്ചിട്ടില്ല. അതിനുശേഷം 2:35 ഈ ഡോക്ടറുടെ കസിന് അയച്ച മെസ്സേജിന് മറുപടിയും ഈ കുട്ടി നൽകുന്നുണ്ട്. ആ സമയത്ത് പോലും യാതൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം 3 മണിക്ക് തൊട്ട് മുൻപായിട്ട് ഡോക്ടർ അവിടെ വിശ്രമിക്കുന്നത് ഹോസ്പിറ്റലിൻ്റെ ഒരു സ്റ്റാഫ് കാണുകയും ഉണ്ടായി. അതിനുശേഷം ആരും ആ കുട്ടിയെ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിനുശേഷം 3 മണിക്ക് ശേഷമായിരിക്കാം ഈ ഒരു കൃത്യം നടന്നത് എന്ന് പോലീസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. അതിനുശേഷം രാവിലെ 7:30 ഹോസ്പിറ്റലിലെ ഒരു സ്റ്റാഫ് സെമിനാർ ഹാളിൽ വന്നപ്പോഴാണ് അർദ്ധനഗ്നമായി റേപ്പ് ചെയ്യപ്പെട്ട രീതിയിൽ ഈ പെൺകുട്ടിയെ അവിടെ കാണുന്നത്. കാണുമ്പോൾ തന്നെ അതിഭയാനകമായ ഒരവസ്ഥ തന്നെയായിരുന്നു. തല മുതൽ കാല് വരെ പരിക്കുകൾ പറ്റിയിട്ടുണ്ടായിരുന്നു. പല ഭാഗങ്ങളിലും ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു. ഒറ്റ നോട്ടത്തിൽ തന്നെ ഇതൊരു കൊലപാതകമാണെന്ന് ആർക്കും തിരിച്ചറിയാവുന്ന രീതിയിൽ. കൂടുതൽ കാര്യങ്ങൾ ഞാൻ അതിനെപ്പറ്റി വിശദീകരിക്കുന്നില്ല, കാരണം അത് പറയാൻ തന്നെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മൾ കേട്ടിട്ടില്ലേ സൈക്കോ കില്ലർ എന്നൊക്കെ സിനിമയിൽ കണ്ടിട്ടുണ്ട്. അതെങ്ങനെയാണ് അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തുന്ന ഒരു രീതിയാണ്. ഏകദേശം ഇതുപോലെ സമാന രീതിയിലാണ് ആ ഡോക്ടർ കൊല്ലപ്പെട്ടത്. പോസ്റ്റ്മോർട്ടത്തിൽ തല മുതൽ കാലുവരെ അതിഗുരുതരമായ പരിക്കുകളുണ്ടായിരുന്നു. മറ്റു പല വീഡിയോകൾ എടുത്തു കഴിഞ്ഞാൽ ആ വീഡിയോയിൽ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഞാൻ അതിനെപ്പറ്റി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. നമുക്കറിയാം, സംഭവം ആദ്യം കാണുന്നത് 7:30 എന്നാൽ ഇവിടെ ഡോക്ടറുടെ മാതാപിതാക്കളെ വിവരമറിയിക്കുന്നത് 10:51 മാത്രമാണ്. അതുമാത്രമല്ല, തെറ്റായ വിവരമാണ് കോളേജ് പ്രിൻസിപ്പൽ മാതാപിതാക്കളെ അറിയിക്കുന്നത്. 7:30 മുതൽ 10:53 വരെ എന്താണ് സംഭവിച്ചത്? എന്താണ് അവർ മൂടിവെക്കാൻ ശ്രമിച്ചത്? കുട്ടിയുടെ മാതാപിതാക്കളോട് പ്രിൻസിപ്പൽ പറഞ്ഞത് ആത്മഹത്യയായിരുന്നു എന്ന്. എന്തുകൊണ്ട് കോളേജ് പ്രിൻസിപ്പൽ ഇതുപോലെ കള്ളം പറഞ്ഞു? ഒരു കൊച്ചുകുട്ടിക്ക് പോലും ഒറ്റ നോട്ടത്തിൽ ഇതൊരു കൊലപാതകമാണെന്ന് മനസ്സിലാവുന്ന രീതിയിലാണ് ബോഡി കിടന്നിരുന്നത്. തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള വിവരമാണ് ഒരു ഉത്തരവാദിത്തപ്പെട്ട കോളേജ് പ്രിൻസിപ്പാൾ മാതാപിതാക്കൾക്ക് കൊടുക്കുന്നത്. നമുക്കറിയാം, മെഡിക്കൽ കോളേജാണ്, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്. അതുകൊണ്ട് തന്നെ വളരെ വിദ്യാഭ്യാസമുള്ള ഒരു ഡോക്ടറായിരിക്കും അതിൻ്റെ പ്രിൻസിപ്പാളായിട്ട് വരിക. ഇത്ര വലിയ ഉത്തരവാദിത്തമുള്ള ഒരു വ്യക്തിയിൽ നിന്നും ഇതൊരു ആത്മഹത്യയാണെന്ന് പറയുമ്പോൾ അവിടെ ഒരു സംശയത്തിൻ്റെ കാര്യം വരുന്നില്ലേ? കേൾക്കുന്ന നാം ഓരോരുത്തർക്കും അവിടെ ഒരു അസ്വാഭാവികത പ്രത്യക്ഷത്തിൽ കാണാൻ സാധിക്കും. വിവരമറിഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞെത്തിയ മാതാപിതാക്കളെ കുട്ടിയെ കാണിച്ചത് തന്നെ 3 മണിക്കൂറുകൾക്ക് ശേഷമാണ്. നമ്മൾ ആലോചിക്കണം, എത്ര വലിയ ക്രൂരതയാണ് ഹോസ്പിറ്റൽ അതോറിറ്റി അവരോട് ചെയ്തത്. ഇത് ബോധപൂർവമാണെന്നും എന്തോ അസ്വാഭാവികതയുണ്ട് എന്നും മാതാപിതാക്കൾ ആരോപിക്കുന്നുണ്ട്. ഇതൊരു കൂട്ടബലാത്സംഗമാണോ എന്ന് സംശയിക്കുന്ന വിവരവും മാതാപിതാക്കൾ കോടതിയെ അറിയിച്ചു. എന്നാൽ ഈ ആരോപണങ്ങൾ സർക്കാർ അഡ്വക്കേറ്റ് കോടതിയിൽ വെച്ച് തന്നെ നിഷേധിച്ചു. അതെങ്ങനെയാണ് ഒരു അന്വേഷണം പോലും നടക്കാതെ ഒരു അഭിഭാഷകന് ഇങ്ങനെ പറയാൻ സാധിക്കുക?
അത്തരത്തിലുള്ള അഭിഭാഷകന്റെ മറുപടിക്ക് പോലും മാതാപിതാക്കൾക്ക് സംശയമുണ്ട്. ഒറ്റ നോട്ടത്തിൽ തന്നെ ഇതൊരു കൊലപാതകമാണെന്ന് തിരിച്ചറിയാവുന്ന പോലീസുകാർ കേസ് രജിസ്റ്റർ ചെയ്തതോ സ്വാഭാവിക മരണത്തിന് മാത്രം. അവിടെയും നിരവധി സംശയങ്ങൾ ഉടലെടുക്കുന്നു. മറ്റൊരു കാര്യം, കോളേജിൽ വച്ച് നടന്ന സംഭവമായതുകൊണ്ട് തന്നെ ചെറിയ സംഭവമല്ല, കൊലപാതകമാണ്. അപ്പോൾ സ്വാഭാവികമായും കോളേജ് പ്രിൻസിപ്പൽ പോലീസിന് പരാതി നൽകും. ഇവിടെ അതുണ്ടായിട്ടില്ല. പോലീസിൽ ഒരു പരാതി പോലും പ്രിൻസിപ്പാളിന്റെ ഭാഗത്തുനിന്ന് കൊടുത്തിട്ടില്ല. ഈ രണ്ട് കാര്യമാണ് ഹൈക്കോടതി വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചോദിച്ചത്. കോടതി വരെ ആശ്ചര്യപ്പെട്ടു പോയ രണ്ട് സംഭവമാണ്. പോലീസുകാർ സ്വാഭാവിക മരണത്തിന് കേസെടുക്കുകയും പ്രിൻസിപ്പൽ പരാതിയും കൊടുത്തില്ല എന്നതും. പോലീസും കോളേജ് അതോറിറ്റിയും ഇരയാക്കപ്പെട്ട കുട്ടിക്കൊപ്പമല്ല എന്ന് കോടതി വരെ പരസ്യമായി പറയുകയുണ്ടായി. സംഭവം വിവാദമായപ്പോൾ കോളേജ് പ്രിൻസിപ്പൽ രാജിവെച്ചെങ്കിലും 12 മണിക്കൂറുകൾക്ക് ശേഷം മറ്റൊരു മെഡിക്കൽ കോളേജിൽ പ്രിൻസിപ്പാളായിട്ട് ചുമതലയേൽക്കുകയും ചെയ്തു ഈ ഒരു വ്യക്തി. ഇത് അതീവ ഗൗരവമായ കാര്യമാണ് എന്ന് കോടതി തന്നെ പറയുകയും ചെയ്തു. കോടതി കോളേജ് പ്രിൻസിപ്പലിന്റെ രാജി വരെ ആവശ്യപ്പെട്ടു. തൽക്കാലം ജോലിക്ക് കയറണ്ട എന്നാണ് കോടതി തന്നെ പറഞ്ഞത്. അപ്പോഴാണ് സർക്കാരും ഈ ഒരു വിഷയം അതീവ ഗൗരവമായിട്ടുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് വരുന്നത്. സംഭവ ദിവസം തന്നെ പോലീസ് കേസുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. CCTV ക്യാമറയും അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന ബ്ലൂടൂത്ത് ഹെഡ്സെറ്റും അയാളുടെ ഷൂസിൽ പുരണ്ടിരുന്ന രക്തക്കറയുമാണ് തെളിവായി പോലീസ് പറഞ്ഞത്. എന്നാൽ CBI അന്വേഷണം വേണമെന്ന് മാതാപിതാക്കൾ ആവശ്യപ്പെടുകയായിരുന്നു. കാരണം നമുക്കറിയാം, ഒരുപാട് നിഗൂഢതകൾ നിറഞ്ഞൊരു കാര്യമാണ്. ആദ്യം മാതാപിതാക്കളോട് കോളേജ് പ്രിൻസിപ്പൽ ആത്മഹത്യയാണെന്ന് പറയുന്നു. അതിനുശേഷം നടന്ന പല കാര്യങ്ങളും വിശ്വാസയോഗ്യമല്ലായിരുന്നു. പിന്നീട് കോടതി ഇടപെട്ട് CBI അന്വേഷണം പ്രഖ്യാപിക്കുകയായിരുന്നു. മമതാ ബാനർജി അവിടുത്തെ മുഖ്യമന്ത്രി 5 ദിവസത്തെ സമയം പോലീസിന് കൊടുത്തിരുന്നെങ്കിലും അത്രയും വെയിറ്റ് ചെയ്യാൻ കോടതി താല്പര്യപ്പെട്ടിരുന്നില്ല. കാരണം ഇത്രയധികം വിവാദങ്ങൾ ഉണ്ടാവുകയും തെളിവുകൾ നശിപ്പിക്കപ്പെടാം എന്നുള്ളൊരു സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ CBIയെ പെട്ടെന്ന് തന്നെ അന്വേഷണം ഏൽപ്പിക്കുകയായിരുന്നു. ഇവിടെ ഉയർന്നു വരുന്ന പ്രധാന ചോദ്യം, എന്തുകൊണ്ട് കോളേജ് പ്രിൻസിപ്പാളിനെ അവിടുത്തെ സർക്കാർ, മമതാ ബാനർജിയുടെ പാർട്ടിയായ അവിടുത്തെ സർക്കാർ സംരക്ഷിക്കുന്നു? ഈ ഒരു സംഭവത്തെ തുടർന്ന് മമതാ ബാനർജിക്ക് വലിയ തിരിച്ചടി തന്നെയാണ് നേരിട്ടത്. ഇനി എന്തെല്ലാം CBIക്ക് കണ്ടെത്താനുണ്ട്? ഈ ഒരു കൃത്യത്തിൽ ഒന്നിൽ കൂടുതൽ ആളുകൾ പങ്കെടുത്തിട്ടുണ്ടോ? കസ്റ്റഡിയിലുള്ള സഞ്ജയ് റോയ് വെറുമൊരു സിവിക് പോലീസുകാരൻ മാത്രമാണോ? സംഭവത്തിന് ശേഷം തെളിവ് നശിപ്പിക്കപ്പെട്ടോ? എന്തുകൊണ്ട് കോളേജ് പ്രിൻസിപ്പൽ ആദ്യം എന്ന് പറഞ്ഞു? കൃത്യത്തിൽ ആശുപത്രി മാനേജ്മെന്റിന് എന്തെങ്കിലും പങ്കുണ്ടോ? പോലീസിൽ പരാതിപ്പെടാൻ വൈകിയത് എന്തുകൊണ്ട്? അങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട് CBIക്ക് കണ്ടെത്താനായിട്ട്. വെളുപ്പിന് 3-നും 5-നും ഇടയിലാണ് കൊലപാതകം നടന്നിട്ടുണ്ടാവുക എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുകയുണ്ടായി. കസ്റ്റഡിയിലിരിക്കുന്ന സഞ്ജയ് റോയ് എന്ന സിവിക് പോലീസ് വോളണ്ടിയർ, അദ്ദേഹം മാത്രമാണ് ഈ ഒരു കൃത്യം നിർവഹിച്ചത് എന്ന് സർക്കാർ അഭിഭാഷകൻ കോടതിയിലെ അറിയിക്കുകയാണ്. നമുക്കറിയാം, ഇത്രയധികം മുറിവുകൾ സംഭവിച്ചു. തല മുതൽ കാലുവരെ മുറിവുകളുണ്ട് പല ഭാഗങ്ങളിലും. അത് ഞാൻ വിശദീകരിക്കുന്നില്ല. അത്രയ്ക്കും ക്രൂരമാണ്. ഇത്രയധികം മുറിവുകൾ ഉണ്ടാകണമെങ്കിൽ ഒരുപക്ഷെ ഒന്നിൽ കൂടുതൽ ആളുകൾ ഈ ഒരു കൃത്യത്തിൽ പങ്കെടുത്തിരിക്കാം എന്ന രീതിയിലാണ് മാതാപിതാക്കൾ പറയുമ്പോൾ തന്നെ സർക്കാർ അഭിഭാഷകൻ ഇത്തരത്തിലുള്ളൊരു മറുപടിയാണ് നൽകുന്നത്. ഇവിടെ നമുക്കൊരു കാര്യം മനസ്സിലാകുന്നത്, സഞ്ജയ് റോയ് എന്ന് പറയുന്ന ആ വ്യക്തി മാത്രമാണ് ഈ ഒരു കൃത്യം നിർവഹിച്ചിട്ടുള്ളത് എന്ന് സ്ഥാപിക്കാനുള്ള ഒരു ശ്രമം പോലെ നമുക്ക് തോന്നുന്നുണ്ട്. ഇപ്പോൾ CBI അന്വേഷണം നടക്കുകയാണ്. അതിനകത്ത് ഇതെല്ലാം കണ്ടെത്തട്ടെ. പ്രതി സഞ്ജയ് റോയ് അത്ര ചില്ലറക്കാരനൊന്നുമല്ല. ആളുകളുടെ കയ്യിൽ നിന്നും ചെറിയ തോതിൽ പണപ്പിരിവുകളൊക്കെ നടത്തുന്ന ആളാണ്. പ്രത്യേകിച്ചും അവിടെയുള്ള ആളുകൾ അത്രയധികം വിദ്യാഭ്യാസം ഉള്ളവരല്ല. പ്രത്യേകിച്ചും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വരുന്നവർ, ചിലപ്പോൾ ചിലർക്ക് വായിക്കാൻ പോലും അറിയില്ലാത്ത ആളുകളുണ്ട്. അവരെ സഹായിക്കുന്ന രീതിയിലുള്ള ഒരു ജോലിയാണ് ആ ഒരു ഹോസ്പിറ്റലിൽ ഈ സഞ്ജയ് എന്ന് പറയുന്ന വ്യക്തിക്കുണ്ടായിരുന്നത്. പലപ്പോഴും വീൽ ചെയറിലൊക്കെ വരികയാണെങ്കിൽ ഉന്തി സ്ഥാനത്ത് എത്തിച്ചു കൊടുക്കുക, ചെറിയ ഹെൽപ്പൊക്കെ ചെയ്തു കൊടുക്കുക. അതുപോലെ തന്നെ അവിടെ വന്നിരിക്കുന്ന ആളുകൾക്ക്, ബൈസ്റ്റാൻഡറായിട്ടിരിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും താമസ സൗകര്യങ്ങളൊക്കെ അടുത്ത് സെറ്റാക്കി കൊടുക്കുക. അങ്ങനെയുള്ള ചെറിയ ചെറിയ പരിപാടികളും അതിന് വേണ്ടത്ര പൈസയും മേടിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഹോസ്പിറ്റലിലേക്ക് ഏത് ഡിപ്പാർട്ട്മെൻറ്റിലും കയറി ചെല്ലാൻ പറ്റുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും പോകാം. ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ആസകലം പല സംസ്ഥാനങ്ങളിലും പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. പ്രത്യേകിച്ചും ഡൽഹിയിലും കൽക്കട്ടയിലും മുംബൈയിലുമൊക്കെ ഡോക്ടർമാരുടെ സംഘടനകൾ പ്രതിഷേധിച്ച് മുന്നോട്ട് വരുന്നുണ്ട്. ഡോക്ടർമാരുടെ സംഘം പ്ലക്കാർഡുകളും പിടിച്ച് നീതിക്ക് വേണ്ടി പോരാടുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ശരിക്കും പറഞ്ഞാൽ വളരെ സീരിയസ് കണ്ടീഷനിൽ ഹോസ്പിറ്റലിൽ ചെന്നു ചേരുന്ന ഓരോ വ്യക്തിക്കും ഡോക്ടർമാർ ഒരു ദൈവത്തെ പോലെയാണ്. കാരണം അവരുടെ കയ്യിലാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവനിരിക്കുന്നത്. അങ്ങനെ അത്രയും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കമ്മ്യൂണിറ്റിക്കാണ് ഇത്തരത്തിലുള്ള ഒരു കൈപ്പേറിയ അനുഭവം കഴിഞ്ഞ ദിവസം ഉണ്ടായത്.
നമുക്കറിയാം, നമ്മുടെ കേരളത്തിലും വന്ദനാദാസ് എന്ന് പറയുന്ന ഒരു യുവ ഡോക്ടർ ഏതാനും കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കൊല്ലപ്പെടുകയുണ്ടായി. മയക്കുമരുന്ന് ഉപയോഗിച്ച അയാളെ പോലീസ് മെഡിക്കൽ ടെസ്റ്റിന് കൊണ്ടുവന്നപ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതുപോലുള്ള ഒരുപാട് സംഭവങ്ങളാണ് ഈ അടുത്ത കാലങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. സംശയമുണ്ടെങ്കിൽ യൂട്യൂബിലോ ഒക്കെ ഒന്ന് സെർച്ച് ചെയ്താൽ അറിയാൻ സാധിക്കും. നിരവധി കേസുകളാണ് ഈ കുറേ നാളുകളായിട്ട് ഹോസ്പിറ്റലിൽ, പ്രത്യേകിച്ചും ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ ജോലി ചെയ്യുന്ന ഡോക്ടർമാർക്കെതിരെ സംഭവിക്കുന്നത്. വേണ്ടത്ര സുരക്ഷാ സംവിധാനമൊന്നും ഹോസ്പിറ്റലിൽ ഡോക്ടർമാർക്ക് പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നതാണ് നമുക്ക് മനസ്സിലാകുന്ന കാര്യം. സെമിനാർ ഹാളിൽ ഇരുന്ന് വിശ്രമിക്കുന്ന ഡോക്ടറെയാണ് നമ്മൾ കണ്ടത്. അവർക്കൊരു റൂം ഫെസിലിറ്റി കൊടുത്തുകൂടെ? 37 മണിക്കൂർ തുടർച്ചയായിട്ട് ജോലി ചെയ്യുന്ന ഒരു PG ട്രെയിനി ഡോക്ടറായിരുന്നു കൊല്ലപ്പെട്ട യുവ ഡോക്ടർ. ഡോക്ടർമാർക്ക് മാത്രമല്ല, ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന മറ്റ് ജീവനക്കാർക്കും ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ഒരു സുഹൃത്ത് നേഴ്സായിട്ട് നമ്മുടെ കേരളത്തിൽ ജോലി ചെയ്തു വരികയായിരുന്നു. ഒരു ഡി അഡിഷൻ സെൻ്ററിലാണ് അവന് ജോലി. ഏകദേശം 6 മാസത്തോളം അവനവിടെ ജോലി ചെയ്തു. തുടർന്ന് ജോലി ചെയ്യാനുള്ള ഒരു സാഹചര്യക്കുറവ് അവിടെ ഉണ്ടായി. പ്രത്യേകിച്ചും ഡി അഡിഷൻ സെൻ്ററാണ്. അവിടെ ശക്തമായ സുരക്ഷ വേണം, സെക്യൂരിറ്റി വേണം. എന്നാൽ ഈ ഒരു സംവിധാനമൊന്നുമില്ല. അവിടെ തുടർന്ന് പോവുക ജീവന് തന്നെ ആപത്താണ് എന്നാണ് അവൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ കോൺട്രാക്ട് ബേസിലുള്ള 6 മാസത്തെ ജോലി കഴിഞ്ഞ ശേഷം അടുത്ത 6 മാസത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടുമെങ്കിലും അവിടെ നിന്നും ജോലി ഉപേക്ഷിച്ച് പോരുകയാണ് ഉണ്ടായത്. അപ്പോൾ നമ്മളൊന്ന് ആലോചിക്കണം, മെയിൽ നഴ്സായ ഒരു വ്യക്തിക്ക് വരെ ഇത്രയധികം ബുദ്ധിമുട്ടുകൾ നേരിടാമെങ്കിൽ സ്ത്രീകളായ ഹോസ്പിറ്റൽ ജീവനക്കാർക്ക് എത്രത്തോളം സുരക്ഷയാണ് ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ ലഭിക്കുന്നത്? അതൊന്ന് പരിശോധിക്കേണ്ട കാര്യം തന്നെയാണ്. ഹോസ്പിറ്റൽ സ്റ്റാഫിന് സുരക്ഷ ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്തം ഭരിക്കുന്ന ഗവൺമെൻറ്റിനുണ്ട്. അത് സംഭവിക്കുന്നില്ലെങ്കിൽ അവിടെ തീർത്തും പരാജയമാണ്. ഇനിയെങ്കിലും ഗവൺമെൻറ് ഉയർന്നു പ്രവർത്തിച്ചില്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വീണ്ടും ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. ഈ ചാനൽ ഇതുവരെ കാണാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്